ആണ് കേട്ടോ. യെസ്, നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ജേർണി ത്രൂ കേരള അല്ലെ, കേരളക്കരയിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ. യെസ്, നമ്മൾ കേരളം രൂപം കൊണ്ടിട്ടുള്ളത്, കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിട്ടുള്ളത് 1956 നവംബർ 1 തീയതിയാണ്. സോ നവംബർ 1 എന്ന് പറയുന്ന ആ ഒരു ഡേ അല്ലെ, നവംബർ 1 എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മൾ അത് കേരളപ്പിറവി ദിനമായിട്ട് അല്ലെ, സ്റ്റേറ്റ് ഫോർമേഷൻ ഡേ ഓഫ് കേരള, കേരളപ്പിറവി ദിനമായിട്ട് നമ്മൾ എല്ലാവരും അത് എന്ത് ചെയ്യാറുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ട് അല്ലെ. അതേപോലെ നമ്മുടെ കേരളത്തിന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് നവംബർ 1 ആണ്, നവംബർ 1 നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ കേരളം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, കേരളം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് ആണ് അല്ലെ, നമ്മുടെ സംസ്ഥാനമാണ്. ആ വാക്കുകൾ നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ ഈ കേരളത്തിൽ ആകെ 14 ജില്ലകളുണ്ട് അല്ലെ, 14 ഡിസ്ട്രിക്ട്സ് എവിടെയുണ്ട്, നമ്മുടെ കേരളത്തിലുണ്ട്. അതിനകത്ത് തിരുവനന്തപുരം, നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയാണ് കേരളത്തിന്റെ ക്യാപിറ്റൽ അഥവാ കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. റെഡി അല്ലേ? യെസ്, നമ്മുടെ കേരളത്തിന്റെ മാപ്പാണിത്. അപ്പൊ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ, കേരളത്തിൽ ആകെ നമുക്ക് 14 ജില്ലകളുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 14 ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത്? യെസ്, നമുക്ക് കാസർഗോഡ് ഉണ്ട്, കണ്ണൂരുണ്ട്, വയനാടുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഇത്രയും അല്ലെ, ഇത്രയും ജില്ലകൾ നമ്മുടെ കേരളത്തിനകത്തുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എന്തായിരിക്കാം, ഓരോരോ ജില്ലയിലായിരിക്കാം അല്ലെ. നിങ്ങൾ ഏത് ജില്ലയിലാണെന്നുള്ളതും ആ ജില്ലയുടെ സവിശേഷതകളും നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വയ്ക്കണം. യെസ്, നമ്മുടെ ജില്ലയെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. യെസ്, അപ്പൊ ഇനി നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ട് ചില ആളുകളുണ്ട് അല്ലെ, അവരെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാന മൃഗം അല്ലെ, നമ്മുടെ സ്റ്റേറ്റ് ആനിമൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ, അത് ആരാണ്, നമ്മുടെ ആനയാണ് അല്ലെ, നമ്മുടെ എലിഫന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മുടെ സ്റ്റേറ്റ് ആനിമൽ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാന പക്ഷി, സ്റ്റേറ്റ് ബേർഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? യെസ്, അത് നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ ആണ് അല്ലെ, മലമുഴക്കി വേഴാമ്പൽ. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും, നമ്മുടെ സ്റ്റേറ്റ് ബേർഡ് നമ്മൾ എന്ത് എഴുതും അവിടെ? യെസ്, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അല്ലെ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ. റെഡി? അടുത്ത നമ്മുടെ സംസ്ഥാന മത്സ്യം അല്ലെ, സ്റ്റേറ്റ് ഫിഷ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെഴുതാം, നമുക്ക് കരിമീൻ എന്ന് എഴുതാം അല്ലെ. കരിമീനാണ് നമ്മുടെ സ്വന്തം മത്സ്യം, നമ്മുടെ സ്വന്തം ഫിഷ് എന്ന് പറയുന്നത് അത് കരിമീനാണ്. കരിമീനിന് നമ്മൾ യെസ്, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കരിമീൻ എന്ന് തന്നെ എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? യെസ്, നമുക്ക് ഗ്രീൻ ക്രോമേഡ്, അങ്ങനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കരിമീനിനെ വിളിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതും കൂടെ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. അടുത്തത് നമ്മുടെ പുഷ്പം അല്ലെ, സ്റ്റേറ്റ് ഫ്ലവർ അല്ലെങ്കിൽ സംസ്ഥാന പുഷ്പം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ കണിക്കൊന്നയാണ് അല്ലെ, നമ്മുടെ കണിക്കൊന്നയാണ്, കണിക്കൊന്ന. യെസ്, സോ നമ്മുടെ സ്റ്റേറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഗോൾഡൻ ഷവർ ട്രീ അല്ലെ, കണിക്കൊന്ന അല്ലെങ്കിൽ ഗോൾഡൻ ഷവർ ട്രീ എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അടുത്ത നമ്മുടെ സ്റ്റേറ്റ് ട്രീ ഏതാണെന്ന് അല്ലെ, സംസ്ഥാന വൃക്ഷം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, അത് നമ്മുടെ സ്വന്തം എന്താണ്, തെങ്ങാണ് അഥവാ നമ്മുടെ കോക്കനട്ട് ട്രീ ആണ് അല്ലെ, നമ്മുടെ കോക്കനട്ട് ട്രീ ആണ്. അപ്പൊ ഇതാ കേരളത്തിന് സ്വന്തമായിട്ടുള്ള അല്ലെ കുറെ ആളുകളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതേപോലെയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.